ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എൻ്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ? ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ ചൗവരിയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് വെള്ളമൊഴിച്ച് കുതിർക്കാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പഴം എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്, ഇതുപോലെ. ഇനി ബാക്കി പകുതി ഭാഗം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ, ഇതാ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചൗവരി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചൗവരി ഒരു പാത്രത്തിൽ വെച്ച് വേവിക്കുക. മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാല് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പഴത്തിൻ്റെ പീസ്, ആ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചൗവരി ഇപ്പോൾ വെന്തിട്ടുണ്ട്, ചൗവരിയിലേക്ക് ഇതൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം, പാലും കൂടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ അളവിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് വാങ്ങി വെക്കാം. അതിനുശേഷം ഒരു പാന് അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കിസ്മിസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പാൽവാഴയ്ക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.